ഹലോ എവരിവൺ, വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ. ഇത് ഞാൻ ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് ടിപ്പുകൾ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇത് ഒരു ലെക്ചർ വീഡിയോയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നുമല്ല. കുറേ പേര് മെയിലായിട്ടും അതേപോലെ കമൻറ്റ് സെക്ഷനിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറേയധികം ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നുണ്ട്. സോ ആദ്യത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ മെയിലുകൾ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ കിട്ടുന്നത്, സാർ നിമി ടെക്സ്റ്റ് ബുക്ക് തരൂ, നിമി ടെക്സ്റ്റ് ബുക്കിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് തരൂ. ചിലരുടെ മെയിൽ വളരെ ചെറുതായിരിക്കും, നിമി ടെക്സ്റ്റ് ബുക്ക് അയക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ മെയിലുകൾ വരാറുണ്ട്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, മിക്കവാറും മെയിലുകളുടെ കണ്ടൻറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ എൻ്റെ ഇൻബോക്സിലല്ല വന്ന് കിടക്കുന്നത്, സ്പാം ഫോൾഡറിലാണ് വന്ന് കിടക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ കൗണ്ട് കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും അത് കാണാൻ വേണ്ടി പറ്റാറില്ല. ദെൻ ഇത് നിങ്ങളയക്കുന്ന ഈ നിമി ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ മിക്കവാറും കണ്ടൻറ്റ് സെയിം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഒരു 5-10 മെയിലുകളല്ല, ഇത് 100-200 മെയിലുകളൊക്കെ വരാറുണ്ട്. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് ഏകദേശം ഒരു 2000-2300 ആണെങ്കിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്ത മിക്കവാറും പല ഗ്രൂപ്പുകളിലൊക്കെയുള്ള ഇഷ്ടംപോലെ ആൾക്കാർ മെയിൽ ID കിട്ടിയതിന് ശേഷം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾക്ക് വേണ്ടിയിട്ടും നിമി ടെക്സ്റ്റ് ബുക്ക് എവിടെ, ക്വസ്റ്റ്യൻ ബാക്ക് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് മെയിലുകൾ വരാറുണ്ട്. പക്ഷേ ഇത് മുഴുവൻ എനിക്ക് വായിക്കാനോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനോ സാധിക്കാറില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ ഓൾറെഡി എങ്ങനെയാണ് നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ 2 വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് കണ്ടു നോക്കുക. വീഡിയോസ് കണ്ടു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി പറ്റും. ദെൻ എല്ലാ വീഡിയോൻ്റെയും താഴെ, എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വീഡിയോസൊന്നും കാണാതെ ചുമ്മാ ഒരു മെയിൽ അയച്ചിട്ട് PDF എന്നാലും വേഗത്തിൽ കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ യാതൊരുവിധ കഷ്ടപ്പാടും ഇല്ലാതെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു 5 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാമെന്ന്. ഓക്കെ, സാധാരണ രീതിയിൽ ഒരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ആ ലിങ്ക് കിട്ടിയിട്ടും കൺഫ്യൂഷനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അത്ര വലിയ ടഫുള്ള കാര്യമൊന്നുമല്ല, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, യെസ്. സോ നിങ്ങൾക്ക് ഈ രീതിയിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എന്നുള്ളൊരു പ്ലേലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതേപോലെ വീഡിയോയുടെ ലിങ്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതേപോലെയുള്ള വീഡിയോസിൽ 2 വീഡിയോസ്, അതിൽ ഞാൻ എങ്ങനെയാണ് നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുക, ഹൗ ടു ഡൗൺലോഡ് നിമി ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത് ഞാൻ എക്സാം ടിപ്പ് ആ രീതിയിലുള്ള ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. വളരെ ഈസിയാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം ധാരാളം ആൾക്കാർ എക്സാം വരാനുള്ള ഡേറ്റ് ആയി കഴിഞ്ഞു അല്ലേ. എക്സാം വരുന്നത് ഈ മാസം 30-ാം തീയതിയാണ്. അപ്പം ധാരാളം ആൾക്കാർ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ മെസ്സേജുകളും കമൻറ്റുകളും മെയിലുകളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി പറ്റാത്തത്. പണ്ടൊക്കെ ഞാൻ എല്ലാ മെയിലുകൾക്കും റെസ്പോൺസ് കൊടുക്കാറുണ്ടായിരുന്നു, റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് പറ്റുന്നില്ല. നിലവിൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോ 10,000 വ്യൂസ് ക്രോസ് ചെയ്തതായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. സോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അതാണ്. നിമി ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് 2 വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലുണ്ട്, അത് കണ്ടു നോക്കുക. എല്ലാ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സാർ ഞാനൊരു ഇലക്ട്രിക്കൽ BTech ബിരുദധാരിയാണ്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്ലോമ ഹോൾഡറാണ്. എനിക്ക് ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഏതൊക്കെ പരീക്ഷകളുണ്ട്, ഞാനിപ്പോൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ, ആ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിലവിലെ ഡിപ്ലോമക്കാർക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന ഓവർസിയർ ഗ്രേഡ് 1 പരീക്ഷ നമുക്കിനി വരാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പഴയ സിലബസ് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഞാൻ ഈ പറയുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ എക്സാം ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ദെൻ ഓവർസിയർ ഗ്രേഡ് 2 പോലെയുള്ള പരീക്ഷകളൊക്കെ ഈ ഡിപ്ലോമക്കാർക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന പരീക്ഷകളാണ്. നിലവിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഓവർസിയർ ഗ്രേഡ് 1 ഇനി വരാൻ പോകുന്നുണ്ട്. KTDCയിലാണെന്ന് തോന്നുന്നു ഓവർസിയർ ഗ്രേഡ് 1 വരാൻ വേണ്ടി പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ദെൻ BTechകാരാണെങ്കിൽ, നിലവിൽ BTech യോഗ്യതയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 2 അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷകൾ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, സോ ഓൾറെഡി KCB അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, കേരള വാട്ടർ അതോറിറ്റിയിലെ അല്ലെങ്കിൽ PWDയിലെ AE പോലെയുള്ള പരീക്ഷകൾ എഴുതിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക 2 പരീക്ഷകളാണ്.
ഏതൊക്കെയാണത്? ഒന്ന് ഹാർബർ എഞ്ചിനീയറിംഗിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ദെൻ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ പരീക്ഷ വരാൻ വേണ്ടി പോവുകയാണ്. ആ തസ്തികയിൽ പോസ്റ്റിംഗ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഇനി വരുന്നതായിരിക്കും. അതാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അതായത് നിലവിൽ ഏതെങ്കിലും ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷകൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ, ഓക്കെ, ഈ അടുത്ത് ഒരു 3 AE പരീക്ഷകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, സപ്പോസ് അതിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പഠനം സ്റ്റോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാവുന്ന ഒരു സിനേറിയോ ആണുള്ളത്. ഈ ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ ഡേറ്റ് വന്നു അല്ലേ, അതെപ്പോഴാണ്? യെസ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് 22/7/2024. കണ്ടോ, ഏകദേശം ഒരു 3 മാസം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓൾറെഡി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന AE പരീക്ഷ KSEBയുടെ AE ആയിരുന്നു. അതിൻ്റെ സിലബസിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്യുക. ഏകദേശം 90 ദിവസങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതിന് പഠിച്ച നോട്ട്സ് ഉണ്ടാവും. ദെൻ ഈ എക്സാം എഴുതിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് വീക്കായിട്ടുള്ളത്. ആ പോർഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ദെൻ അതിനുശേഷം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ, ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് എന്നുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറാവുക. അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓക്കെ, നിലവിൽ അതിന് 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികൾ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, വേക്കൻസികൾ കണ്ടിട്ട് ഒരിക്കലും ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുകയോ പ്രിപ്പയർ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. വേക്കൻസി ഒരു മാനദണ്ഡമല്ല. ഇപ്പോൾ 2 വേക്കൻസികൾ നിലവിലുണ്ട് അല്ലേ, പക്ഷേ ചിലപ്പോൾ അഡ്വൈസുകൾ പോകുന്നത് 2 മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഒരു 5, 6, 7, 8 ഒക്കെ അഡ്വൈസുകൾ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ പറയട്ടെ. ഇപ്പം നിലവിൽ KSEB AEയുടെയോ അല്ലെങ്കിൽ ലെക്ചർ ഇൻ പോളി അല്ലേ, ലെക്ചർ ഇൻ പോളിടെക്നിക്കോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ അല്ലേ, എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തുടങ്ങിയ പരീക്ഷകളുടെ ഒന്നും ലിസ്റ്റുകൾ വന്നിട്ടില്ല. അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനി ഇൻ്റർവ്യൂ കഴിയണം. ദെൻ ലെക്ചർ ഇൻ പോളിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നില്ല, അതിന് ഇൻ്റർവ്യൂ കഴിയണം. ദെൻ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ, ഓക്കെ, അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, അതിൻ്റെയും ഷോർട്ട് ലിസ്റ്റും റാങ്ക് ലിസ്റ്റും ഒന്നും വന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇനി ഉള്ള ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റുകൾ വരും, അതിൻ്റെയൊക്കെ അഡ്വൈസുകൾ പോകും. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ഒന്നും റാങ്ക് ലിസ്റ്റ് പോവാത്ത സ്ഥിതിക്ക് അവരും എന്ത് ചെയ്യും, ഈ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്ത ആൾക്കാരും ഈ ഒരു എക്സാം എന്തായാലും എഴുതുന്നതായിരിക്കും അല്ലേ. പക്ഷേ ഈ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റൊക്കെ വരുന്ന സമയമാകുമ്പോഴേക്കും ഇവരൊക്കെ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടാവും. ഇപ്പം KSEB AEയോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ PWD AEയോ ലെക്ചർ ഇൻ പോളിയോ ഒക്കെ കിട്ടിയ ആൾക്കാർ, എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസറൊക്കെ കിട്ടിയ ആൾക്കാർ എന്തായാലും ഈ ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ചൂസ് ചെയ്യില്ല അല്ലേ. ദെൻ വൺസ് KSEB AE ആയിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കുന്ന ആളാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്താണ് പറയുക, ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള സാധ്യതയും ഒക്കെ വളരെ കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് എഴുതാൻ വേണ്ടി പോകുന്ന ചാൻസ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൗണ്ട് വളരെയധികം കുറയും. ഓക്കെ, ദെൻ കൂടുതൽ ഒന്നിലധികം അഡ്വൈസുകൾ കിട്ടുന്ന ആൾക്കാർ എന്ത് ചെയ്യും, സാധാരണയായിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് കൂടി നോക്കും അല്ലേ. നമ്മുടെ വീട്ടിനടുത്ത് തന്നെയുള്ള ഓഫീസുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ, അല്ലെങ്കിൽ നല്ല കരിയർ ഗ്രോത്ത് ഉണ്ടാവുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണോ, അത്തരം കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഓരോരോ ആൾക്കാരും ജോലി സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് 2 പോസ്റ്റുകൾ ആണെങ്കിൽ കൂടി ഇവിടെ അഡ്വൈസുകൾ കുറേ പോകാൻ സാധ്യതയുണ്ട്. അതായത് ഒന്നുകിൽ NJDs കുറേയധികം വരാൻ സാധ്യതയുണ്ട്, കുറേയധികം ഡിലീഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൺസ് നിങ്ങൾ ട്രാക്കിലുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ എക്സാമിന് കൂടി അങ്ങ് പഠിക്കുക കേട്ടോ. ആ പഠനം ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് മിസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ നന്നായിട്ട് പഠിക്കുക. ദെൻ കുറേയധികം അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനേതൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. യെസ്, MEDCയുടെ ഒക്കെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിൻ്റെ ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ. അതൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കൺസെപ്റ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെ ടോപ്പിക്കുകളിൽ പവർ സിസ്റ്റത്തിലും ഇപ്പം മെഷീൻസിലും ഒക്കെ പവർ ഇലക്ട്രോണിക്സിലും ഒക്കെ നല്ല കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, MEDCയുടെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാം, ദെൻ SSC JE, ദെൻ RRB JE ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല കൺസെപ്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ കൺസെപ്റ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്യുക കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഓൾറെഡി ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ആ ട്രാക്കിലുള്ള ആൾക്കാരോടാണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 1000 കണക്കിന് 10000 കണക്കിന് ചോദ്യങ്ങൾ അങ്ങ് ചെയ്തേക്കുക. ഓക്കെ, യെസ്. ഇനി
ഈ പരീക്ഷ മാത്രമാണോ ഇനി നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്? അല്ല, നിങ്ങൾ ഇതിനു വേണ്ടി പഠിക്കുക. ഇതിന് ഏകദേശം 2 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണെങ്കിൽ കൂടി ഒരു 5 or 6 ഒക്കെ അഡ്വൈസുകൾ പോകാൻ. സപ്പോസ് നിങ്ങൾക്ക് റാങ്ക് ചിലപ്പോൾ ഒരു 1, 2 തന്നെ കിട്ടണം നിർബന്ധമില്ല, കുറച്ച് താഴേക്കായാലും ചിലപ്പോൾ ജോലി ലഭിച്ചേക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ്? പാരലി കുറേ ലിസ്റ്റുകൾ ഉള്ളതുകൊണ്ട്. ദെൻ അടുത്ത ആളെക്കുറിച്ച് ഞാൻ പറയുന്നത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇൻ യൂണിവേഴ്സിറ്റീസ് അല്ലേ. യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം സാധാരണയായിട്ട് യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിൽ താൽക്കാലിക നിയമനമാണ് ഉണ്ടാവാറ്, 1 വർഷത്തെ വാലിഡിറ്റിയിൽ അല്ലേ. നിങ്ങൾ മിക്കവാറും പത്രവാർത്തയിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നോട്ടിഫിക്കേഷൻ അല്ലേ, വിജ്ഞാപനം വന്നു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടാവും. സാധാരണ 1 വർഷത്തെ വാലിഡിറ്റിയിലൊക്കെയാണ് അത് ഉണ്ടാവാറ്. ഇനി മുതലത് കേരള PSC ആണ് നോക്കുന്നത്. സോ ഏകദേശം ഒരു 10ഓളം വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതായത് വിവിധ യൂണിവേഴ്സിറ്റികളില്ലേ, ഇപ്പോൾ കേരളത്തിൽ തന്നെയുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, KTU അല്ലേ. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും ചിലപ്പോൾ 1 to 2 വേക്കൻസികൾ ഉണ്ടാവാം. അപ്പം അറൗണ്ട് ഒരു 10 കേട്ടോ, അതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് കൂടിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലാതെ ഹാർബർ എഞ്ചിനീയറിങ്ങിന് മാത്രമല്ല. സോ ഇതിനു വേണ്ടി ഈ ഒരു സിലബസ് നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അതുകൂടി ഉന്നം വെച്ചുകൊണ്ട് പഠിക്കുക. മിക്കവാറും അതിനും ഇതേ സിലബസ് തന്നെയാണ് വരിക. കാരണം കേരള PSC നിലവിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പരീക്ഷകൾക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരീക്ഷകൾക്ക്, അതായത് BTech യോഗ്യതയുള്ള പരീക്ഷകൾക്ക് ഒരു സിലബസ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇതുവരെ നടന്നിട്ടുള്ള 3 or 4 AE പരീക്ഷകൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സിലബസ് ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഹാർബർ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള AEക്ക് കൂടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ യെസ്, നിങ്ങൾ ഇതിനു വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള AEയുടെ പഠനം കൂടി അവിടെ നടക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഒരു ലോങ് ടേമിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഈ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിംഗ് ഇൻ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ, അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിലും യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ആ പരീക്ഷയ്ക്ക് കൂടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങൾ നടത്തുന്നത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ അതൊരിക്കലും വെറുതെ ആയി പോവില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലും പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞത് നിലവിൽ ട്രാക്കിലുള്ള ഉദ്യോഗാർത്ഥികളോടാണ്, അതായത് നിലവിൽ ഒരു പരീക്ഷയെങ്കിലും AEയുടെ എഴുതിയ ആൾക്കാരോടാണ്, ഒരു പരീക്ഷയെങ്കിലും AEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ആൾക്കാരോടാണ്. ഇനി പുതുതായിട്ട് BTech കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് പ്രാപ്യമായിട്ടുള്ള കാര്യമാണോ അല്ലേ? 90 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്കും എന്ത് ചെയ്യാം, പുതുതായിട്ട് ഒരു BTech കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ സിലബസ് കുറച്ചൊരു വാസ്റ്റാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് പഠിക്കണം എന്ന് പറയാത്തത്. അതുകൊണ്ടാണ് കുറച്ചൊരു വലിയ സിലബസാണ്. അതുകൂടാതെ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷ 90 ദിവസം കൊണ്ട് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് മുഴുവൻ ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കാൻ ഒരു 60-70 ദിവസങ്ങൾ മാത്രമേ ഇടാൻ വേണ്ടി പാടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങൾ ക്വസ്റ്റ്യൻസും അതേപോലെ റിവിഷനും വേണ്ടി മാത്രം ഇടണം. എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. കാരണം അത്രത്തോളം കോമ്പറ്റീഷനുള്ള ഏരിയ ആണ്. പക്ഷേ സിലബസ് കുറച്ചൊരു വലിപ്പമുള്ളതാണ്. നിങ്ങളൊരു മുഴുവൻ ടൈം ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അല്ലാതെ നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പുതുതായിട്ട് ഈ ഒരു സിലബസ് മുഴുവൻ പഠിച്ച് ഹാർബർ എഞ്ചിനീയറിംഗ് ക്രാക്ക് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് പഠിച്ച് തുടങ്ങാം. ഏതിനും കൂടി ഉപയോഗിക്കാം, യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളക്ക് കൂടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ പുതിയ ഫ്രഷർ ആയിട്ടുള്ള ആളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത്, നിങ്ങൾ ഇതുവരെ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല, ആദ്യമായിട്ടാണ് നിങ്ങളൊരു പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോർ എക്സാമിനേക്കാൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു എക്സാമാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ. അതിന് കുറച്ചുകൂടി സമയമുണ്ട്. ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടർ പരീക്ഷയുണ്ട്, അതിന് വേക്കൻസികൾ കുറച്ച് കുറവാണ്. അത് മിക്കവാറും ഒരു ആഗസ്റ്റിലൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ IO ആണെങ്കിൽ ഒരു 50, അറൗണ്ട് ഒരു 50 കേട്ടോ, 50 ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഇപ്രാവശ്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഒരു ആവറേജ് ഒരു 50 ആണ് പറയുന്നത്, ഒരു വലിയ നമ്പർ ഞാൻ പറയുന്നില്ല. അത്രത്തോളമൊക്കെ വേക്കൻസികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഇതിന് കുറച്ചും കൂടി സമയം ഉണ്ടാവും കേട്ടോ. നിലവിലെ എക്സാമിനേഷൻ കലണ്ടറിലും കേരള PSCൻ്റെ ഷെഡ്യൂളിലൊന്നും IO മാർക്ക് ചെയ്തിട്ടില്ല. സോ ഒന്നുകിൽ ഈ വർഷം അവസാനം അല്ലെങ്കിൽ 2025 ജനുവരി ഫെബ്രുവരി ആ സമയത്ത് നമുക്ക് ഈ ഒരു എക്സാം എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം,
2024 ലാസ്റ്റ് അറൗണ്ട് ഒരു ഡിസംബർ എന്നുള്ള രീതിയിൽ തന്നെ ആലോചിച്ചിട്ട് ഈ IEOക്ക് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആവുക IEOക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫ്രഷർ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആയാൽ മതി. നിങ്ങൾക്ക് IEOക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അത് വർത്തി ആയിരിക്കും. നല്ല സാലറിയൊക്കെ ഉള്ള ഒരു പോസ്റ്റാണ്. മിക്കവാറും ഒരു 2024 ലാസ്റ്റിലൊക്കെ വരാൻ സാധ്യതയുള്ളൂ. നമുക്ക് സമയമുണ്ട്, ഇഷ്ടംപോലെ ഒരു 6 മാസത്തോളം സമയമുണ്ടല്ലോ, എന്തായാലും 6 മാസത്തോളം സമയമുണ്ട്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഇനി നന്നായിട്ട് മാത്രം പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം കോമ്പറ്റീഷൻ നല്ല ഹെവിയാണ്. പഠിക്കുന്നുണ്ടെങ്കിൽ മുഴുവൻ സിലബസും കവർ ചെയ്തിട്ട് നല്ലോണം ക്വസ്റ്റ്യൻസും ഒക്കെ കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വിജയം നൽകുന്ന ഒരു പോസ്റ്റാണ് IEO എന്ന് പറയുന്നത് കേട്ടോ. സോ ആ ചോദ്യങ്ങൾ കൂടി ഞാൻ ഉത്തരം നൽകി. ഇനിയുള്ള എക്സാംസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ബിടെക്കുകാർക്കാണെങ്കിൽ ബിടെക് ഓൾറെഡി ഇലക്ട്രിക്കൽ പരീക്ഷ എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് AE പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് IEO ആണ്. സപ്പോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇലക്ട്രിക്കലിൻ്റെ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷകൾ കൂടിയിട്ട് വേണമെങ്കിൽ പഠിക്കാം, ഒരു കുഴപ്പമില്ല. ദെൻ ഒരു ബിഗിനർ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾ ഇപ്രാവശ്യത്തെ IEO ഒന്ന് എഴുതി നോക്കുക. കാരണം IEO ഇനി വരണമെങ്കിൽ ഏകദേശം ഒരു 4-5 വർഷം അല്ല ഒരു 3-4 വർഷം എന്തായാലും ഇനി പിടിക്കും. 2025 വേണ്ടിയില്ല, 2025 മുതൽ 2028 വരെയുള്ള IEO ആണ് ഈ പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ വരാൻ വേണ്ടി പോകുന്നത്. സോ ഇതിനു വേണ്ടി നിങ്ങൾ പഠിച്ചു തുടങ്ങുക. പാരലായിട്ട് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവലോ ഡിപ്ലോമ ലെവലോ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടും കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി ഈ സിലബസിനെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞുതരാം. ഈ സിലബസാണ് കേരള PSC ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക്, ഓക്കെ, ബിടെക് യോഗ്യത പറയുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സിലബസ് എന്ന് പറയുന്നത് നല്ല ഒരു എക്സാം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള KSEB AE, ദെൻ KSEB AE ബൈ ട്രാൻസ്ഫർ, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, PWD AE, ദെൻ ഇനി വരാൻ വേണ്ടി പോകുന്ന ഹാർബർ എഞ്ചിനീയറിംഗ് AE തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ ഈ ഒരു സിലബസാണ്. 10 മൊഡ്യൂളുകളാണ് ഉണ്ടാവുക. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കിർച്ചോഫ് ലോവും കുറേയധികം മാക്സിമം പവർ ട്രാൻസ്ഫർ ലോ ഒക്കെ വരും. ദെൻ അതിനുശേഷം ഇവിടെ AC സർക്യൂട്ടുകൾ വരും കേട്ടോ. യെസ്, ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കറണ്ട്, ദെൻ RLC സർക്യൂട്ട്, ഇതിൽ നിന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട്. സീരീസ് റെസൊണൻസ്, പാരലൽ റെസൊണൻസ് ഒക്കെ വരാറുണ്ട്. ഇതൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ വരാറുള്ള ഏരിയ ആണ്. ദെൻ അതിനുശേഷം മാഗ്നറ്റിക് സർക്യൂട്ട്, അബ്സല്യൂട്ട് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം. ഇത് പൊതുവെ കുറച്ച് സിമ്പിളാണ്. ഇതും കമ്പാരിറ്റീവ്ലി ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള ഏരിയ ആണ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതിന് ശേഷം ഇവിടെ നിന്നൊക്കെ ചിലപ്പം പ്രോബ്ലംസ് ചോദിക്കാം. സ്റ്റാറ്റിക്കലി ആൻഡ് ഡൈനാമിക്കലി ഇൻഡ്യൂസ് EMF ഇവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് ചോദിക്കാം. മിക്കവാറും ചോദ്യങ്ങൾ ഇവിടെ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ദെൻ ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും കമ്പയറിംഗ് പോലെയുള്ള കാര്യങ്ങളാണ് വരാറ്. ദെൻ DC ജനറേറ്റേഴ്സ്. ഇത് DC ജനറേറ്റർ മാത്രമല്ല, ഇലക്ട്രിക്കൽ മെഷീൻസ് മൊത്തം ഈ ഒരു ഭാഗത്തു നിന്നാണ്. 10 മാർക്കിന് മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് കുറച്ച് നഷ്ടമാണ്. കാരണം നമ്മൾ കുറേയധികം കൺസെപ്റ്റുകൾ ഇവിടെ പഠിക്കേണ്ടതുണ്ട്. എല്ലാ മെഷീൻസ് നമ്മളിവിടെ പഠിക്കണം. കണ്ടോ, DC ജനറേറ്റർ, DC മോട്ടർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, 3 ഫേസ് ട്രാൻസ്ഫോമർ, AC ജനറേറ്റർ, AC മോട്ടർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഒക്കെ പഠിക്കണം. ഇന്നൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. ഗ്രാഫുകളൊക്കെ നന്നായിട്ട് പഠിക്കേണ്ട ഏരിയ ആണ്. വളരെ ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്കൊരു 8-ൽ കൂടുതലൊക്കെ മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റുകയുള്ളൂ. നെക്സ്റ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. താരതമ്യേന കുറച്ച് ഈസിയാണ്. കാരണം ഇതിൻ്റെ അകത്ത് നമ്പറിൻ്റെ കുറേയധികം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്പർ സിസ്റ്റം, കോഡ്, ഇതിനൊക്കെ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അറൗണ്ട് ഒരു 6 ചോദ്യം ഡിജിറ്റൽ നിന്നും 4 ചോദ്യം മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ 7+3 എന്നുള്ള രീതിയിലാണ് ചോദിക്കാറുള്ളത്. മൈക്രോ പ്രോസസ്സറും അത്ര ടഫൊന്നുമല്ല, ഈസിയാണ്. മൈക്രോ കൺട്രോളർ ഇല്ല, മൈക്രോ പ്രോസസ്സർ മാത്രമാണ്. ദെൻ T സ്റ്റേറ്റ് എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിലപ്പം പ്രോബ്ലമൊക്കെ വരാറുണ്ട്. ദെൻ പവർ സിസ്റ്റം. താരതമ്യേന നല്ല സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഏരിയയാണ് പവർ സിസ്റ്റം. ഇപ്പം സ്റ്റെബിലിറ്റി എന്നൊക്കെ നല്ല കൺസെപ്റ്റുകൾ ചോദ്യങ്ങൾ ചോദിച്ച എക്സാമുകളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത്. 10 മാർക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് പഠിക്കേണ്ട ഏരിയയാണ് പവർ സിസ്റ്റം. നെക്സ്റ്റ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. കൺട്രോൾ സിസ്റ്റവും വളരെ സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങൾ, കുറേയധികം സമയം നിങ്ങളുടെ നഷ്ടപ്പെടുത്തുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഏരിയ ആയിരിക്കും ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷനും അതേപോലെ സിഗ്നൽ ഫ്ലോ ഗ്രാഫൊക്കെ വളരെ ഈസി ഉള്ള ഏരിയ ആയിരിക്കും. പക്ഷേ ഈ മേസൺസ് ഗെയിൻ ഫോർമുലയൊക്കെ യൂസ് ചെയ്തിട്ട് കുറേ സമയം നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ ഇല്ലാത്ത ചോദ്യങ്ങൾ വരെയൊക്കെ ഉണ്ടാവാറുണ്ട്. ദെൻ ടൈപ്പ് ആൻഡ് ഓർഡർ, അതൊക്കെ വളരെ ഈസിയാണ്. ബോർഡ് പ്ലോട്ട്, റൂത്ത് ഹർവിറ്റ്സ്, റൂത്ത് സ്റ്റെബിലിറ്റിയൊക്കെ കുറച്ച് കൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളൊക്കെ വരാറുള്ള ഏരിയയാണ്. പവർ ഇലക്ട്രോണിക്സും സാധാരണയായിട്ട് നല്ല ചോദ്യങ്ങൾ വരാറുണ്ട്.
ഒരു 6 ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. അതിനുശേഷം വരണമെങ്കിൽ നല്ല കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. ഇപ്പം കുറേയധികം കൺഫ്യൂഷൻസ് വരുന്ന ഏരിയാസ് ഒക്കെ ഉണ്ട്. VSI ഒക്കെ നന്നായിട്ട് പഠിക്കണം, PWM ഒക്കെ പഠിക്കണം, ദെൻ ഡിഫറൻറ്റ് ലോഡ്, ദെൻ ചോപ്പേഴ്സ്, ഓപ്പാമ്പ്, ഇവിടുന്നൊക്കെ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. CMRRന് സ്ലൂ റേറ്റിനൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് 10 മാർക്ക് വരിക. നെക്സ്റ്റ് മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ. മെഷർമെൻറ്റ് താരതമ്യേന എളുപ്പമാണ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ഏരിയാസ്, ചെറിയ പ്രോബ്ലം ഒക്കെ വന്നേക്കാം. ദെൻ ഡൈനാമോമീറ്റർ ടൈപ്പ് എന്നൊക്കെ കൺസെപ്റ്റ് ചോദ്യങ്ങളൊക്കെ വരും. ദെൻ 3 ഫേസ് പവർ മെഷർമെൻറ്റിൻ്റെ അകത്ത് പവറിൻ്റെ ഒരു ചോദ്യം വരും, എനർജിയുടെ വേറെ ചോദ്യം വരും. ഓസിലോസ്കോപ്പ് എന്നൊരു 2 ചോദ്യമൊക്കെ വരാറുണ്ട്. ആ രീതിയിൽ താരതമ്യേന എളുപ്പമുള്ളൊരു ഏരിയയാണ് മെഷർമെൻറ്റ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം വളരെ സിമ്പിളായിട്ടുള്ള 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മുതൽ കുറച്ച് ലോങ് ആയിട്ടുള്ള LTI സിസ്റ്റം ആ രീതിയിലൊക്കെ ചോദിക്കുന്ന ഏരിയയാണ് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം. നല്ല കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ കൺട്രോൾ സിസ്റ്റം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ദെൻ കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് എന്താണ് പറയുക മിസലേനിയസ് പോർഷൻസ് വരുന്ന ഒരു ഏരിയയാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ നിന്ന് കുറച്ച് ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ബാറ്ററീസ്, പ്രൈമറി സെല്ല്, സെക്കൻഡറി സെല്ല് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. വയറിങ്, ഇല്യൂമിനേഷൻ, എർത്തിങ്, ഇതൊക്കെ വളരെ ബേസിക് ആണ്, എന്നാലും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഏരിയാസാണ്. സോ ഇതാണ് കേരള PSCയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നടത്തുന്ന സിലബസ് കേട്ടോ. അപ്പോൾ കുറേയധികം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ദെൻ എല്ലാ സിലബസിലും ഈ രീതിയിൽ കൊടുക്കാറുണ്ട്. സിലബസ് കൊടുത്തിരുന്നാൽ തന്നെ പലപ്പോഴും സിലബസിൽ നിന്ന് ഔട്ട് ഓഫ് സിലബസിൽ നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പരീക്ഷയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു എന്താ പറയുക ഒരു നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ITI വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളോടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സപ്പോസ് ഇനി അടുത്ത് വരാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ പരീക്ഷ എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, വളരെ നല്ല കാര്യം. ഇനി അഥവാ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് വർക്കായിട്ടില്ല, ആ ഒരു പരീക്ഷയ്ക്ക് നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി പഠനം നിർത്തരുത്. മിക്കവാറും ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇലക്ട്രീഷ്യൻ, ലൈൻമാൻ, ദെൻ ഓവർസിയർ ഗ്രേഡ് 2, ഗ്രേഡ് 3 പോലെയുള്ള പരീക്ഷകൾ വരാറുണ്ട്. അപ്പോൾ സെയിം സിലബസിലാണ് എല്ലാ പരീക്ഷകളും നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ പഠനം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ഈ ഒരു പരീക്ഷയ്ക്ക് ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഏരിയ കൂടുതലായിട്ട് നോക്കുക. ദെൻ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് പോവുക. അപ്പോൾ മുന്നിലേക്ക് വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അടുത്ത ഇലക്ട്രിക്കൽ, ലൈൻമാൻ, ഇലക്ട്രീഷ്യൻ, ഓവർസിയർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. എപ്പോഴും ഒരു ലോങ് ടേമിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ റിസൾട്ടുകൾ കിട്ടുകയുള്ളൂ കേട്ടോ. കാരണം ഇപ്പം അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമാണ് പരീക്ഷകൾ എഴുതുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നിങ്ങൾ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുമെന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു 2 പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ, ലിസ്റ്റിൽ കയറാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിർത്തരുത്. അത് മണ്ടത്തരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക. ലിസ്റ്റിൽ കയറുന്നത് വരെ പഠിക്കുക. ഓക്കെ, ജോലി കിട്ടുന്നത് വരെ, അതായത് അപ്പോയിൻമെൻറ്റ് ഓർഡർ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്യുക. ദെൻ ഇലക്ട്രിക്കൽ, ട്രേഡ്സ്മാൻ, ITI ലെവൽ പരീക്ഷകൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, യെസ്, ഈ ഒരു വീഡിയോ സീരീസ് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഈ വീഡിയോ സീരീസ് കണ്ടു നോക്കാം. മെറ്റീരിയൽസൊക്കെ ഞാൻ ലിങ്കായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് പോലും ഞാൻ 2 ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കാം. ഓക്കെ അല്ലേ? യെസ്. സോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. കൂടുതൽ നോട്ടിഫിക്കേഷൻസ്, വിശേഷങ്ങൾ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ടിൽ ദെൻ ബൈ.